ഹായ് ഫ്രണ്ട്സ്, ബോഗൺവില്ല പാർട്ട് 2 ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിങ്ങനെ നീളത്തിൽ എത്ര ദൂരം പോകുന്നു അത്രയും ദൂരം ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾക്കത് വിശദമായിട്ട് കാണാൻ പറ്റും. വളരെയധികം ദൂരത്തിൽ ഇങ്ങനെ ബോഗൺവില്ല പൂത്ത് നിൽക്കുന്നത് കാണാം. വളരെ ഹൈറ്റിലുമാണ്. കുറേ ദൂരമുണ്ട്, വളരെയധികം ഹൈറ്റിലുണ്ട്. നമുക്കതിൻ്റെ അടുത്ത് പോയി ഒന്ന് കാണാം. വാ, ഇത്ര സുന്ദരமான പൂവാണ്. ആരും ശ്രദ്ധിക്കാതെ പോന്നേ. വെള്ളമൊന്നും ഇല്ലാതെ വളരെയധികം പൂത്തിങ്ങനെ ബോഗൺവില്ല. അതിൻ്റെ ക്ലോസപ്പ് കാണിക്കാം. അതിങ്ങനെ കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്ക് പൂക്കൾ കുറവുണ്ട്. അത് മഴ പെയ്തുകൊണ്ട് പൂക്കൾ കുറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ പടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭംഗിയോടുകൂടി ഞാൻ യാത്രക്കിടയിൽ കണ്ടിട്ട് ഞാൻ ഇറങ്ങി അതെല്ലാം ഷൂട്ട് ചെയ്യുകയാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റോഡ് സൈഡ് മൊത്തം ഇങ്ങനെ ബോഗൺവില്ല വളർത്തിയിട്ട്, ശരിക്കും അത് ക്രോപ്പൊന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ തനിയെ വളർന്ന് പടർന്ന് നിൽക്കുന്നതാണ്. ഓ, നല്ല വെയിൽ വന്നു. ഞാൻ മതിയാക്കുകയാണ്. ഒരു ക്ലോസപ്പ് കാണിച്ചിട്ട് ഞാൻ നിർത്തിയത്. ഭയങ്കരമായ വെയിലാണ്. അത് കണ്ടിട്ട് എടുക്കാതെ പോകുന്നത് ഭംഗിയല്ല. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നു. ബോഗൺവില്ല കടലാസ് ചെടി. വാ, ഇത്ര മനോഹരമായിട്ടാണ്. ഞാൻ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അത് സ്ലോയിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതിനോടൊപ്പം തന്നെ കണിക്കൊന്നയുണ്ട്. കണിക്കൊന്നയും പൂത്ത് നിൽപ്പുണ്ട് നിറച്ച്. വളരെയധികം ദൂരത്തിലുണ്ട്. അങ്ങോട്ടങ്ങ് കിടക്കുകയാണ് നല്ല ഭംഗിയോടുകൂടി.